നാലാമത്തെ വിഭാഗം ആൾക്കാര് ഒരു കാര്യം പറഞ്ഞാൽ ഹാപ്പി ആയി ചെയ്യും, സന്തോഷത്തോടു കൂടി ചെയ്യും, ഓൽക്ക് കൂലിയുണ്ട്. അഞ്ചാമത്തെ വിഭാഗം മക്കളാരറിയോ? മാതാപിതാക്കൾ പറയുന്നതിന് മുമ്പ് അവരുദ്ദേശിക്കുന്ന കാര്യം അഡ്വാൻസ് ആയി ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവരാണ് ബിർറ് ചെയ്തവർ, പുണ്യം ചെയ്തവർ. അവരാരെയുള്ളൂ? അപൂർവ്വമുള്ളൂ. നമ്മൾ നിസ്കാരത്തെ കേട്ടായത്തെ നോക്കി, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ. ഇന്നൽ അബ്റാറ, തീർച്ചയായും പുണ്യവാന്മാർ, ബിറിന്റെ ബഹുവചനാണ് അബ്റാർ. അത് നമ്മൾ പ്രാർത്ഥിക്കണത് വതവഫനാ മഅൽ അബ്റാർ, റബ്ബേ പുണ്യം ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ മരിപ്പിക്കണമേ. അതിൽപ്പെട്ട ഒരു പുണ്യാണത് മാതാപിതാക്കൾക്ക് ചെയ്യണേ. അത് ഏതാണെന്നപ്പോ ബിറിന് ഏതാ പറഞ്ഞേ? പറയണീന്റെ മുമ്പ് കണ്ടറിഞ്ഞ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വിളിച്ചു, എടാ അജി വരുമ്പോൾ ആ ഗ്യാസിന്റെ ഗുളിക ഒന്ന് കൊണ്ടുവരുമെന്ന്. അതിനെന്താ കിട്ടുക? കൂലി കിട്ടും. ഞാൻ അങ്ങനെ കൊണ്ടേ കൊടുത്തിട്ട് ഇന്നാളല്ല ഇപ്പം ഗ്യാസിന്റെ ഗുളിക കൊണ്ടുവന്ന് അപ്പോഴത്തിന് കഴിഞ്ഞു വെച്ചാൽ അതിന് കുറ്റം കിട്ടും. ഞാൻ അങ്ങനെ എട്ടങ്ങേറെ വിളിച്ചു മനസ്സിലിങ്ങനെ പിരായി പറഞ്ഞ് കൊണ്ടേ കൊടുത്താലോ കൂലിയും കിട്ടൂല, കുറ്റം കിട്ടൂല. ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും. പക്ഷെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഞാൻ പോന്നപ്പോൾ അപ്പാനോട് ചോദിക്കണം, ആ അപ്പ ഞങ്ങളെ ഗുളിക കഴിഞ്ഞിക്കണല്ലേ, കൊണ്ടുവരാൻ ചീട്ട് ഇങ്ങോട്ട് കാട്ടി, ഞാൻ ഫോട്ടോ ഇങ്ങോട്ട് കാട്ടി കാണിയെന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുക? പുണ്യാവുക. അപ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാന്നുള്ളത് നമ്മളെ റിസ്ക് വർദ്ധിപ്പിക്കാൻ. അതുകൊണ്ടാണ് സൈനുൽ ആബിദീൻ അദ്ദേഹത്തോട് ആളുകൾ പറയുന്നുണ്ട്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ, പക്ഷെ നിങ്ങൾ ഉമ്മൻ്റെ കൂടെ ഉപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണ കാണില്ലല്ലോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അറിയോ, ഓലെടുക്കാൻ വിചാരിച്ച ഞാനെങ്ങാനും എടുത്താപ്പത് പ്രശ്നമാവോന്ന്. അങ്ങനെ നോക്കിയ ആൾക്കാരുണ്ടായിരുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അതാണ് നമ്മളെ ഉപജീവനം വിശാലമായി മാനിപ്പാനി നോക്കിയിരുന്നാൽ മതിയെന്ന്. വേറെ പണിക്കൊന്നും വേണ്ടല്ലോ, പക്ഷെ അവരെ നോക്കേണ്ടത് സാന്നിധ്യം എല്ലായിടത്ത് സാന്നിധ്യം, അല്ലാത്തടത്ത് അല്ലാത്തത് എന്തായും പറ്റണം, കൊടുക്കാൻ പറ്റണം. ഒൻപതാമത്തത് എന്താ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം കൊടുക്കുക എന്നുള്ളതാണ്. ഉപജീവനം വിശാലമാവാൻ ഒൻപതാമത്തെ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലല്ലാഹു, അല്ലാഹു പറഞ്ഞു, ഉൻഫിക് ഇബ്ന ആദം ഉൻഫിക് അലൈക, ആദമിന്റെ മക്കളെ നിങ്ങൾ നൽകിക്കോളൂ, നിങ്ങൾക്ക് നൽകുന്നതാണ്. ആരാ നൽകുക? നമ്മൾ കൊടുത്താൽ നമുക്ക് ആരാ പകരം തരിക? അല്ലാഹ് തരൂലേ. അതുകൊണ്ടാണ് ബിലാലിനെ വിളിച്ചു പറഞ്ഞ അൻഫിഖ് യാ ബിലാൽ, ബിലാലെ നിങ്ങൾ കൊടുത്തോളൂ. വലാ തഖ്ശ മൻ ദിൽ അർശി ഖിലാലാ, അർശിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ ഒന്നും കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അർശിന്റെ ഉടമസ്ഥന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കൊടുത്ത നിങ്ങൾക്ക് ആര് തരും? റഹ്മാൻ തരും. ഖുൽ ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ഏതൊരു കാര്യവും ഫഹുവ യുഖ്ലിഫു, അവൻ അത് നിങ്ങൾക്ക് പകരമായി നൽകും. വഹുവ ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ യുസ്ബിഉൽ ഇബാദു ഫീഹി മലകാനി യൻസിലാൻ, എല്ലാ ദിവസവും രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരുന്നു. എന്നിട്ടൊരു മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫാ വയഖൂലുൽ ആഖിർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, പടച്ചോനെ കൊടുക്കുന്ന ആൾക്ക് ഇനിയും നീ കൊടുക്കണേ എന്ന് പറയും. രണ്ടാമത്തെ മലക്ക് പറയും, കൊടുക്കാത്തവന് നീയും പിടിച്ചു വെക്കണേ എന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടണമെന്നില്ല, മലക്കാൾ പ്രാർത്ഥിച്ചാലോ? എന്നും മലക്ക് വന്നിങ്ങനെ പറഞ്ഞു പോകണ്ടെന്നാ. ഇതുവരെ സ്വതക്കൊടുത്തിട്ട് പട്ടിണി നടന്ന ആരുമില്ല, എത്തിങ്ങാനി ചേർന്ന ആരുമില്ല. പക്ഷെ പലിശ എടുത്തിട്ട് കുടുങ്ങിയ ആൾക്കാരുണ്ട്. വട്ടിക്ക് പൈസ എടുത്ത് കണ്ട് അവസാനം പൊളിഞ്ഞു പോയ ആൾക്കാർ. പക്ഷെ സ്വതക്കൊടുത്ത് പൊളിഞ്ഞ ആരും ഉണ്ടാവില്ല. കാരണം എന്താ? അർശിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നാണ്. അപ്പൊ എത്ര കൊടുക്കണ്ടേ? ആരോടാ പറഞ്ഞറിയാം? ആ ഹദീസ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാ പറയണത്. അബൂബക്കറേന്ന് വിളിച്ചില്ല. അപ്പൊ ആര് കൊടുക്കണം? നമ്മൾ വിചാരിച്ചെന്താ നിങ്ങൾക്ക് ആരാ കൊടുക്കണ്ടേ വെച്ചാൽ മുതലാളിമാര് മാത്രമാണ് കൊടുക്കണ്ടേ എന്നാണ്. രാവിലെ മലക്കാള് വരും. ആരടുത്തേക്കാ വരാം? മുതലാളിമാരുടെ അടുത്തേക്ക് മാത്രമേ വരാം? അല്ല, എല്ലാ നേരം വെളുക്കണ ആർക്കൊക്കെ ഉണ്ടോ ഓലടുത്തേക്കൊക്കെ വരും. എല്ലാവരും ഒരേപോലെയാണോ കൊടുക്കണ്ടേ? അല്ല. ഒരു ഹദീസിൽ കാണാം, ഒരു ദിർഹം 1000 ദിർഹമിനെ, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഹദീസ്, 1000 ദിർഹമിനെ മറികടന്നു. അപ്പൊ എങ്ങനെ ചോദിച്ചു? ഒരാൾ 1000 കൊടുത്ത ഒരാൾ 1 എടുത്തു.
അള്ളാഹിൻ്റെ അടുക്കൽ എന്താ ആർക്കാ? അപ്പം എന്താ കാരണം അറിയാൾക്ക്? ഒരാൾക്ക് ആകെ 2 ദീനാറുള്ളൂ, അതിന് 1 കൊടുത്തു, അപ്പം അയാൾക്ക് പകുതിയായി. മറ്റേ ഇഷ്ടം പോലെ ഉണ്ട്, അതിനാണ് 1000 കൊടുത്ത്. അപ്പോൾ എണ്ണത്തിലല്ല, നമ്മൾ പറയില്ലേ ക്വാളിറ്റിയിലാണ്, ക്വാണ്ടിറ്റി അല്ല നോക്കുക, ക്വാളിറ്റിയാണ് പറയില്ലേ, അതാണ് അള്ളാഹു തആല നോക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാഹു തആല തിരിച്ചു തരുമെന്നാണ്. 10ാമത്തെ എന്താ നിങ്ങൾക്ക്? അള്ളാഹുവിനോട് നന്ദി കാണിക്കുക എന്നതാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തന്ന വാഗ്ദാനം, ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് അവൻ സിയാദത്ത് നൽകുന്നതാണ്. അധികരിപ്പിച്ചവൻ നിങ്ങൾക്ക് സമ്പാദ്യം നൽകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി അള്ളാഹു പറഞ്ഞു, ശാക്കിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇബ്രാഹിം നബി ഷാക്കിറാണ്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ ആതാഹുല്ലാഹു ഫിദ്ദുനിയ ഹസന, അള്ളാഹു ദുനിയാവിൽ അദ്ദേഹത്തിന് എല്ലാ ഹസനത്തും കൊടുത്തു നന്ദി കാണിച്ചപ്പോൾ. പരലോകത്ത് വേറെയും കൊടുത്തു, അദ്ദേഹം നന്ദി കാണിച്ചത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലിൽ നീര് വരോളം നിസ്കരിച്ച് ആയിഷ ബീവി ചോദിച്ചു, എന്തിനാ നബി നിങ്ങളിങ്ങനെ ഇടങ്ങേറായി കാണ്ട്, നിങ്ങളെ പാപങ്ങൾ അല്ലാഹു പുറത്തുണ്ടല്ലേ, അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, ഞാൻ നന്ദിയുള്ള, എന്താ ഷാക്കിറും ഷക്കൂറും തമ്മിൽ വ്യത്യാസം? ഇബ്രാഹിം നബിനെ അല്ലാഹു ഷാക്കിർ പറഞ്ഞു. സൂറത്ത് ഇസ്രാഈലിന്റെ 2ാമത്തെ ആയത്ത് എങ്ങനെ അറിയാം? ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഞാൻ കപ്പലിൽ കയറ്റിയ ആളുകൾ, ഇന്നഹു കാന അബ്ദൻ ശകൂറാ, നൂഹ് നബി അലൈഹി ഇസ്ലാം ശകൂറായ അടിമയായിരുന്നു. അങ്ങേയറ്റം നന്ദി കാണിക്കുക. ഷാക്കിർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക്? ഉള്ളതിന് നന്ദി കാണിക്കുക. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തപ്പോൾ നന്ദി കാണിക്കുക. എനിക്കൊരു സാധനം ഉണ്ട്, അൽഹംദുലില്ലാ. എനിക്കൊരു സാധനം എന്നാലും അൽഹംദുലില്ലാ. ആ ആയത്തിന് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പറയാണ്, അന്ന നൂഹ് അലൈഹി ഇസ്ലാം കാന യഹ്മദുല്ലാഹ തആല അലാ തുആമിഹി വശറാബിഹി വലിബാസി വശഅനി കുല്ലിഹി ഫലിഹാദാ സുമ്യ അബ്ദൻ ശകൂറാ. അദ്ദേഹം തിന്നാലും കുടിച്ചാലും ധരിച്ചാലും എല്ലാത്തിനും അൽഹംദുലില്ലാ പറയും. എന്തിനാ എല്ലാത്തിനും അൽഹംദുലില്ലാ പറയണേ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ അല്ലേ പറയണ്ടേ? ആണ്. പക്ഷെ അദ്ദേഹം എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞേ? കിട്ടിയല്ലോ, തിന്നാൻ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. തിന്ന് തുടങ്ങുമ്പോൾ എന്ത് പറയണം? ബിസ്മില്ല പറയണം. തിന്നു കഴിഞ്ഞപ്പോഴോ തിന്നാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ പറയണം. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല അല്ലേ? പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു? ഇടം ഉണ്ടായാലും വെച്ച് അൽഹംദുലില്ലാ. കുടിക്കാൻ എനിക്ക് പറ്റിയല്ലോ, അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് പറഞ്ഞേ? ഷക്കൂർ എന്ന് പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ആയിഷ ബീവിയോടാണ്, അഫല അകൂന അബ്ദൻ ഷക്കൂറാ, ഞാൻ നന്ദിയുള്ള അടിമയാകണമെന്ന് ആഗ്രഹിക്കണില്ലേ? നമ്മൾ നന്ദി പറയല്ലേ. 11ാമത്തെ എന്താ നിങ്ങൾക്ക്? മുൻഗാമികളുടെ മാർഗത്തിൽ, സലഫുകളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഒരുപാട് സംഘടനകളുണ്ട്, കക്ഷികളുണ്ട്, എല്ലാവരും പറയണു ഞങ്ങൾ, പക്ഷെ അവരുടെ ശരിയായ പരിഹാര മാർഗം ഏതാ? ആ സംഗതിയെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി നോക്കാനല്ല. വലൗ അന്നഹും മഖാമുത് തൗറാത വൽ ഇൻജീൽ വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം മിൻഹും ഉമ്മത്തും മുഖ്തസിദ വകസീറും മിൻഹും സാഅ മാ യഅമലൂൻ. വലൗ അന്നഹും മഖാമുത് തൗറാത, അവർ തൗറാത്തിലും ഇൻജീലിലും മടിയുറച്ചു നിൽക്കുകയും വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട ഖുർആനിലും മടിയുറച്ചു നിൽക്കുകയും ചെയ്താൽ, അപ്പൊ നമുക്ക് ഖുർആനുള്ളൂ, അപ്പൊ എന്താ ചെയ്യാ? ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം, ആകാശത്തു നിന്നും അവരുടെ കാലിന്റെ ചുവട്ടിൽ നിന്നും ഞാൻ അവർക്ക് ലഅകലൂ, ഭക്ഷണം കൊടുക്കുന്നതാണ്. ആകാശത്തു നിന്ന് മഞ്ഞസൽവി ഇറങ്ങുന്നല്ലേ അർത്ഥം? പിന്നെ മഴ പെയ്താൽ അടിയുന്ന ഭൂമിന്ന് മുളച്ചു പൊന്തും. മിൻഹും ഉമ്മത്തും മുഖ്തസിദ, മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ്, വസതിയായ മധ്യമ നിലപാടുള്ള സമൂഹമാണ്. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തു? അങ്ങോട്ട് കാട് കയറിപ്പോയി. ചില ആൾക്കാർ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവിടെ മധ്യമ നിലപാട് സ്വീകരിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. 12ാമത്തെ എന്താ നിങ്ങൾക്ക്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച്. ഞാൻ പറയുന്നത് ഇത് മാത്രമേ ചിലപ്പോൾ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? എളുപ്പമാണ്. വമിൻ തഹ്തി താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ,
നിങ്ങൾ ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുക, തുടർത്തി ചെയ്യുക, എങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യവും പാപവും കമായും ഫിൽ കീറു ഹബത്തൽ ഖദീദ്, ഈ ഉലയിലെ ഇരുമ്പിന്റെ കീടം നീക്കം ചെയ്യുന്നത് പോലെ, മൂർച്ച ഉണ്ടാവുന്ന പോലെ പാപങ്ങളൊക്കെ ഇല്ലാതെയാക്കി തരും, ദാരിദ്ര്യം ഇല്ലാതെയാക്കി തരും എന്ന് പറഞ്ഞു. 13ാമത്തെ നിനക്ക് പാവങ്ങളെ സഹായിക്കുക എന്നതാണ്, ദുർബലരായ ആളുകളെ സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായികും, നിങ്ങളുടെ ദുർബലരെ കൊണ്ടാണ് നിങ്ങൾ സഹായിക്കപ്പെടുന്നത്, നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും നിങ്ങളിലെ ദുർബലരായ ആളുകളെ കൊണ്ടാണ്. അല്ലാഹു തആല ദുർബലരായ ആൾക്കാരെ സഹായിക്കുന്നതിന് അള്ളാഹു നമുക്ക് റിസ്ക് തരും. അള്ളാഹു അവന്റെ സഹായവും നമുക്ക് ഈ ദുർബലർ ഉണ്ടായത് കൊണ്ട് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരു ഹദീസിൽ കാണാൻ നിങ്ങൾക്ക് മഴയൊക്കെ പെയ്യണത്, നിങ്ങൾ സക്കാത്തൊക്കെ കൊടുത്തിട്ട് ഇവിടെ പാവങ്ങളായ കുറെ ആൾക്കാർ ഉണ്ടാകും. ഒരു കവി പറഞ്ഞല്ലേ, ലൗലാ ശുയൂഖുൽ ലില്ലാഹി റുഖഉ, ഇവിടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ചില വയസ്സന്മാരുണ്ടായതുകൊണ്ട്, ചില ഗർഭിണികളായ ചില ആളുകൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കുക, എത്രയാണോ പറ്റുന്നത് അത്ര ചെയ്യാം. 14ാമത്തെ നമ്മൾ തുടക്കത്തിൽ കേട്ടതുപോലെ രാവിലത്തെ സമയവും ദിക്റാണ്. രാവിലെ ഉറങ്ങാൻ പറ്റൂല എന്നൊന്നും പറയണില്ല, എങ്കിലും രാവിലത്തെ സമയം ഏറ്റവും വിലപ്പെട്ട സമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അള്ളാഹു എൻ്റെ ഉമ്മത്തിന് ഏറ്റവും ബറക്കത്താക്കപ്പെട്ട സമയത്ത്, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിന്റെ സമയത്ത് നീ ബറക്കത്താക്കണേ എന്ന് പറഞ്ഞു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം, സൗകര്യം എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ. ഇല്ല, സ്ത്രീകൾക്കൊക്കെ എളുപ്പം മനസ്സിലാവും. ഒരു ദിവസം രാവിലെ എണീറ്റ് പണി തുടങ്ങുകയാണെങ്കിൽ എളുപ്പം കഴിയും. എന്നാൽ കുറച്ചേരൊക്കെ ഉറങ്ങി വെച്ചാണെങ്കിൽ എത്രയാണ് തീർത്താലും തീരൂല, തീർത്താലും തീരൂല. ഒരു ബറക്കത്ത് എന്തുണ്ട് രാവിലത്തെ സമയത്തിന് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, സുബൈ കിട്ടുന്ന ദിവസവും സുബൈ കിട്ടാത്ത ദിവസവും തമ്മിൽ എന്തുണ്ടാവും, ഒരു ചെറിയൊരു പ്രശ്നം നമ്മളെ അനുഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. സുബൈ നിസ്കരിച്ച് സലാം വീട്ടിയാൽ പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബലാ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവും ഏറ്റവും നല്ലതായ റിസ്ഖും സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇപ്പൊ രാവിലെ തന്നെ പണിക്ക് പോണതിന് മുമ്പ് ആരോട് ചോദിക്കണം? അള്ളാഹിനോട് പറയണം, പടച്ചോനെ പണിക്ക് പോവുകയാണ്, നല്ല പണി തരണേ. ഇതൊക്കെ വിട്ടോളി, ഇപ്പത്തെ സ്ഥിരം പണിയൊക്കെ വിട്ടോളി. രാവിലെ കൈക്കോട്ടൊക്കെ എടുത്തേ പീടിയേക്കൊക്കെ ഇങ്ങനെ കൈക്കോട്ടൊക്കെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് പീടിയേക്കൊക്കെ പോണ ഒരു കാലം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും ഒന്ന് പണിക്ക് വിളിച്ചോ, ഞാൻ അന്നേ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. പടച്ചോനെ ഞാൻ സുബൈക്ക് നിസ്കരിച്ച് പീടിയേക്കിലൊന്ന് പോയി ഇരിക്കുകയാണ്, ആരെങ്കിലും ഒക്കെ എന്നെ പണിക്ക് വിളിച്ചു കൊണ്ടേയെങ്കിൽ, ആരെങ്കിലും 2 ലോഡിന് വിളിച്ച് എന്തെങ്കിലും ഒരു പണി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കൂലേ? അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബാ വഅമലൻ മുതഖബ്ബല. സ്ഥിരം പണിക്കോണവർക്ക് ഇത് മനസ്സിലാവില്ല, സ്ഥിരം പണിക്കോണവർക്ക് മനസ്സിലാവില്ല. തലേന്ന് കുട്ടി പറഞ്ഞിട്ടുണ്ടാവും, ഉപ്പാ നാളെ സ്കൂൾക്ക് മറ്റന്നാളെ നോട്ടിക്ക് വേണേ മറ്റിത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അയാൾക്കിത് വാങ്ങണമെങ്കിൽ നാളെ പണി ഉണ്ടായിട്ട് വേണം. അയാളാണ് രാവിലെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് അയാൾ ഇറങ്ങുക. നമ്മളും പ്രാർത്ഥിക്കണ്ടാവും, നമ്മളെ പ്രാർത്ഥന എന്നേക്കാൾ ആത്മാർത്ഥമായിരിക്കണ്ടാവോ അയാളെ പ്രാർത്ഥന. നമ്മളിപ്പോ ഇത് പ്രാർത്ഥിക്കണതല്ലോ, ഇതിപ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാണ്, പക്ഷെ അയാൾ പ്രാർത്ഥിക്കണതേ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനി നോക്കി നിങ്ങള്, അള്ളാഹു ഏറ്റവും അടുക്കണ സമയം ഏതാ? സുജൂദിലാണ് അല്ലേ? ആ 2 സുജൂദിന്റെ ഇടയിലെ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഉഗ്ഫിർലി വർഹംനി വആഫിനി വഹ്ദിനി വർസുഖ്നി. പല റിപ്പോർട്ടുകൾ പല രൂപത്തിലാണ്. ഇവിടെ വർസുഖ്നി, പടച്ചോനെ ഞാൻ ഈ നിന്നോട് ഏറ്റവും അടുക്കണ 2 സന്ദർഭത്തിൽ 2 സുജൂദിന്റെ ഇടയിലാണുള്ളത്. എന്റെ ഉപജീവനം നീ നോക്കണം കേട്ടോ പടച്ചോനെ. ഇനി നോക്കി നിങ്ങൾ, ഷട്ടറും താത്തി പള്ളിക്ക് പോണ ഒരാൾക്ക് പേടിച്ചോ? മനസ്സറിഞ്ഞത് ചെല്ലണ വെച്ചാല് അയാളെ പേടിയൊക്കെ തുറക്കാൻ ചെല്ലുമ്പോണ്ടാവും 2 ആൾക്കാരുണ്ടാകും അവിടെ. മനസ്സറിഞ്ഞ് ചെല്ലണ ഒരാൾക്ക് ഉണ്ടാവും. അതാണ് വർസുഖ്നി എന്ന് പറഞ്ഞാൽ. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ അറാമിക വഅഇന്നി ബിഫദ്ലിക അമ്മൻ സിവാക. പടച്ചോനെ വേറെ ആർക്കും നൽകാത്ത നിന്റെ ഫള് നീ എനിക്ക് നൽകി, നീ എന്നെ ഐശ്വര്യവാനാക്കണേ എന്ന്. ഒരു മനുഷ്യൻ, അറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി കലാമൻ മാ അഖൂലുഹു, എനിക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന പറഞ്ഞു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീമിൽ അസീസിൽ ഹകീം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. ആ നേരത്തെ അയാൾ ചോദിക്കണമെന്ന് അറിയോ?
ആഹുലാഇ റബ്ബി ഫമാലി, ഈ പറഞ്ഞതൊക്കെ റബ്ബിനെ പറ്റിയല്ലേ, റബ്ബിനെ മഹത്വപ്പെടുത്തലല്ലേ, എനിക്കെന്താണ് ഇതിലുള്ളത്? എങ്കിൽ നീ പറഞ്ഞോ അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി, പടച്ചോനെ ഹിദായത്തിൽ നീ എന്നെ ഉറപ്പിച്ചു നിർത്തണം, എനിക്കു നീ റഹ്മത്ത് ചൊരിയണം, എൻ്റെ പാപങ്ങൾ പൊറുക്കണം, എൻ്റെ ഉപജീവനം നീ എനിക്കു നൽകണേ എന്ന്. അപ്പൊ ഇടയിൽ ഇരുത്തത്തിൽ മാത്രമല്ല, എപ്പോഴും എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാനത്തേത് 15ാമത്തേത് ഞാൻ പറയാ, മതപരമായ അറിവ് നേടലാണ്. മതപരമായ അറിവ് നേടാൻ ഇഷ്ടം പോലെ സംവിധാനം ഉണ്ടല്ലേ. പീസ് റേഡിയോ കൊണ്ട് തുറന്നു വെച്ചാൽ മതി, ഏത് തരത്തിൽ വേണോ അതൊക്കെ കിട്ടും. അതല്ലാത്ത വൈജ്ഞാനിക സംവിധാനങ്ങളുണ്ട്, എല്ലാ മാസവും വിജ്ഞാന വേദികളുണ്ട്. ഇങ്ങനെ പഠിക്കാൻ ഖുർആൻ ക്ലാസ് എന്തൊക്കെ സംവിധാനം ഉണ്ടോ ഇതൊക്കെ ഉണ്ട്. മുമ്പത്തേതിനേക്കാൾ എല്ലാ സൗകര്യത്തോടു കൂടിയുണ്ട്. ഈ സമയം വേണം. ഞങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, കാന ഖവാനി അലാ ഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന അഹദുമാ യഅതിൻ നബിയ വല്ലാഖർ യഹ്തരിഫു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് 2 ആൾക്കാരുണ്ടായി. നമുക്ക് വേണമെങ്കിൽ ഒരു ഏട്ടനെ അഞ്ചനെ എടുക്കാം. ജ്യേഷ്ഠനും മനിയനും ഉണ്ടായിരുന്നു. അവർ രണ്ടാളും ഇങ്ങനെ ഉണ്ട്. ഒരാള് നബിന്റെ സദസ്സിൽ വരും, മറ്റേയാൾ വരൂല. ആ നേരത്ത് ഫശക്കൽ മുഹ്തരിഫു, വരാത്ത ആള് അവന്റെ സഹോദരനെ പറ്റി ഇങ്ങനെ നബിനോടൊന്ന് പറയും. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാകുക? ഓൻ എപ്പോഴും നിങ്ങളെ ക്ലാസ്സിന് വരുന്ന പണിയാണ്, ഒരു പണിക്കും പോകില്ല, പെരീത്തെ പണി മുഴുവൻ ഞാൻ എടുക്കണം, ഞാൻ തന്നെ എല്ലാ പണിയും, ഓൻ അങ്ങനെ നടന്നാ പോരെ എന്നൊക്കെ ഇക്കാരം അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. നബിസ്വലമായോട് പറഞ്ഞതോ അവനെ കൊണ്ടായിരിക്കാം നിനക്ക്, അതുകൊണ്ടായിരിക്കാം നിനക്ക് ഉപജീവനം അല്ലാഹു നൽകുന്നത്. ഇതിനർത്ഥം ഒക്കെ മറ്റേനോട് ഏൽപ്പിച്ച് നമ്മളിങ്ങനെ വെറുതെ നടക്കണമെന്നാ? അതിനർത്ഥമല്ല. ഉമർ അല്ലാഹുക്കെ നബിന്റെ സദസ്സൊക്കെ പോയത് എങ്ങനെയാ പോയിനത്? ആടിനെ നോക്കിക്കോ ഒരു ദിവസം ഞാൻ പോകാം, എന്നിട്ട് ഇനി പിറ്റേന്ന് ഞാൻ നോക്കാം, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒക്കെ ഓനാണ് നോക്കിയത്. ചില ആൾക്കാരുണ്ടല്ലേ ഇനി ഒന്നും വേണ്ട. ഒരു ചങ്ങായിണ്ട്, ഓനെല്ലാം ഓൻ്റെ പഠനത്തിന്റെ അവസാനം അവനോട് പറഞ്ഞു, ഉസ്താദെ ഇനിയിപ്പോ ഞാനേ ഒന്ന് പഠിച്ചാൽ തീരുമാനം, അവൻ്റെ കോഴ്സുകളാ അപ്പൊ ഇനിയിപ്പോൾ 6 മാസം കൂടി, അപ്പോൾ അവന് 2-3 കൊല്ലം ബാക്കിലാണ്. പഠനം കഴിഞ്ഞ് 6 വയസ്സ് പേപ്പർ ഇട്ടാണ്, അതൊക്കെ ഞാൻ നിർത്തി പോവുകയാണ്. അപ്പോൾ അവന് പഠിക്കാൻ, അവൻ്റെ ഇത്രയും കാലം എന്നെ പഠിപ്പല്ല, ഉമ്മയാണ് നോക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഇത്രയും കാലം നോക്കില്ല, ഇഞ്ഞും നോക്കിക്കോളൂ, ഞാൻ പഠിച്ചാൽ നടക്കാം. പഠിക്കണം, പഠിക്കണ്ടെന്നല്ല, പക്ഷെ വേറെ ഒന്നും നോക്കാതെ, കുടുംബമൊക്കെ നോക്കാതെ അങ്ങനെ നടക്കല്ല, പഠിക്കണം. കുടുംബമൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം? പഠിക്കാൻ പറ്റും. ഇവിടെ ഇരുന്നും ഒക്കെ പഠിക്കാൻ പറ്റും. പഠനത്തിന് എന്തില്ല, ഒക്കെ ഇതൊക്കെ വിട്ടെറിഞ്ഞ് ഡെയിലിയിലൊക്കെ പോകണം, ഏതെങ്കിലും ഫോണൊക്കെ ഓഫാക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. പകരം നമുക്ക് പഠിക്കാൻ പറ്റുന്ന, കുടുംബത്തെ നോക്കാൻ പറ്റുന്ന ഒക്കെ സംവിധാനത്തിലൂടെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. വെറും ദുനിയാവ് മാത്രം പോരാ, വെറും പരലോകം പോരാ, ദുനിയാവും വേണം, പരലോകം വേണം. റസൂലുള്ളാഹി ഇസ്ലാമിൻ്റെ സദസ്സിലെ ഒരാളിങ്ങനെ മെലിഞ്ഞൊട്ടിങ്ങനെ ഉണ്ട്. അയാളോട് ചോദിച്ചാൽ എന്താ പറയല്? അയാൾ പറഞ്ഞു, പഠിച്ചോനെ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ പരലോകത്ത് കൊണ്ടുവരുത്, ഇവിടെ നിങ്ങൾ ശിക്ഷിച്ച് തീർക്കലുണ്ട്, പരലോകത്തെ ഇടങ്ങേറാക്കരുത് എന്നാണ്. നബി പറഞ്ഞു, ഇനി അങ്ങനെ പറയരുത് കേട്ടോ, എന്ത് പറഞ്ഞാൽ മതി? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഏറ്റവും നല്ലത് പറയാനേന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാവും വേണം, നമുക്ക് എന്ത് വേണം? പരലോകം വേണം. നമ്മളെ വീടും കുടുംബവും കുട്ടികളും മക്കളും ഒക്കെ വേണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം? നമ്മുടെ പരലോകവും വേണം. 3 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ ജാമ്യമുണ്ട്, അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്, കാവലുണ്ട്. എന്താണ് ആ കാവൽ എന്നറിയോ? ജീവിക്കുന്ന കാലം മതിയായ ഉപജീവനം അള്ളാഹു നൽകും. മരിച്ചാൽ അള്ളാഹു സ്വർഗവും നൽകും. ജീവിക്കണ കാലം തിന്നാതെ എത്ര മതിയായത് തരും. മരിച്ചാൽ അല്ലാഹു സ്വർഗവും തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗത്തെ എണ്ണുകയാണ്. മൻ ദഖല ബൈതഹു ഫസല്ലമ ഫഹുവ ളാമിനുൻ അലല്ലാഹ്, വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞവനാണ്. വമൻ ഖറജ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പുറപ്പെട്ടവനും ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ സംരക്ഷണമാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. വമൻ ഖറജ ഫീ സബീലില്ലാഹ് ഫഹുവ ളാമിനുൻ അലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചവനും. അവർക്കുള്ള അള്ളാഹുവിന്റെ സംരക്ഷണം എന്താ? ജീവിച്ചിരിക്കണ കാലത്ത് മതിയായ ഉപജീവനം തരും, മരിച്ച സ്വർഗം തരും. ഇനിയിപ്പോൾ എന്താ വേണ്ടി? ആ ഉപജീവനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഉപജീവനത്തിൽ ഒരു വിശാലത ഉണ്ടോന്ന് ഞാനും നിങ്ങൾ ആലോചിക്കുക. കുറെ കിട്ടുന്നു എന്നതിൽ ഒരു വിശാലതയുമില്ല, കിട്ടുന്നതിൽ എത്ര തികയുന്നു എന്നതാണ്.
ചില ആൾക്കാർ പറയും എൻ്റെ കൈ ഓട്ടക്കൈയാണ് തോന്നുന്നുണ്ട്, എത്രയാ കിട്ടണ കാണില്ല, എയിലാ പോണ അറിയണില്ല അറിയും. വേറെ ചില ആൾക്കാർക്ക് എത്ര. ഇനി എല്ലാവർക്കും ഒരേപോലെ ഇട്ടോ ടെൻഷൻ. ഒരു ഏറ്റവും ഒരു നോർമലായ ഒരാൾക്ക് ചെറിയ കാര്യമായിരിക്കും ടെൻഷൻ, ഒരു 10 റുപ്യേൻ്റെ കാര്യക്കാരോ ഇടങ്ങേറ്. ഇപ്പോൾ കയ്യിൽ 10 പൈസ അല്ലാത്ത ഒരാൾ നാളെ കുട്ടി സ്കൂൾക്ക് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് മറ്റീൻ്റെ 10 റുപ്യ കൊണ്ടുവരാൻ പറഞ്ഞ് ഇങ്ങനെ അറിയുമുണ്ടല്ലോ, അയാൾ 10 റുപ്യക്കാരൻ ടെൻഷൻ അടിക്കുക. അതേ അപ്പുറത്തെ വീട്ടിലെ ആൾ എന്തിനേക്കാരറിയോ, നാളെ ഇപ്പോൾ മറ്റേ ആൾക്ക് 10 ലക്ഷം കൊടുക്കണമല്ലോ പറഞ്ഞു. രണ്ടാൾക്കും ടെൻഷനാണ്. രണ്ടാൾ രാത്രി കിടന്നപ്പോൾ ഒരാൾക്ക് 10 റുപ്യാണ്, ഒരാൾക്ക് 10 ലക്ഷമാണ്. രണ്ടാൾക്കും ഇടങ്ങേറ് തന്നെയാണ്. ഇത്രേ ഉള്ളൂ. അതിനർത്ഥം കുറേ വലിയ വീടും കുറേ പൈസ ഉണ്ടെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല എന്നല്ല, കുറേ വലിയ വീടും കുറേ പൈസ ഉണ്ടെങ്കിൽ കുറേ വലിയ ടെൻഷൻ ഉണ്ടാവുമെന്ന് മാത്രം. ചെറുതാണെങ്കിൽ ചെറിയ ടെൻഷൻ ഉണ്ടാവും. അതില്ലാതിരിക്കുക എന്നുള്ളത് വിശാലത ലഭിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ എന്താ വിചാരിക്കറിയാം, ഓൽക്കൊന്നും ഒരു ഇടങ്ങേറും ഉണ്ടാവില്ലല്ലേ എന്ന്. എവിടെ ഓല് മറ്റേലൊക്കെ ഇങ്ങനെ വിചാരിച്ചാൽ ഓനൊന്നും ഇപ്പോൾ ഒരു ഇടങ്ങേറും ഉണ്ടാവില്ലല്ലേ. ചുരുക്കത്തിൽ എല്ലാവർക്കും ഇടങ്ങേറായി കാരണം. 15 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 15 കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു പറയാം. ഇസ്തിഗ്ഫാറും തൗബയുമാണ്. 2 തഖ്വ, 3 തവക്കുൽ, 4 ആരാധനക്കായി സമയം കണ്ടെത്തൽ, 5 കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, 6 ദിക്റുല്ലാഹ്, 7 കുടുംബബന്ധം ചേർക്കുക. 8 എളുപ്പം കിട്ടും. കുടുംബബന്ധം കഴിഞ്ഞാൽ പറഞ്ഞത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. 9 അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം കൊടുക്കുക. 10 കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. 11 സലഫുകളുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. 12 ഹജ്ജും ഉംറയും തുടർത്തി ചെയ്യുക. 13 പാവങ്ങളെ സഹായിക്കുക. 14 രാവിലത്തെ പ്രാർത്ഥനയും രാവിലത്തെ സമയത്തെ ഉപയോഗിക്കലും. 15 അറിവ് നേടുക. ഈ കാര്യങ്ങൾ ഇതിലേറെ ഉണ്ട്, സമയത്ത് നമ്മൾ ചുരുക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, എന്തായിരിക്കും അറിയാം, അതൊക്കെ ഇപ്പം എൻ്റെ അടുത്തുള്ള പ്രശ്നം തന്നെയാണ്, അതുകൊണ്ടേക്കാരം ഞാനിങ്ങനെ ഇടങ്ങേറാവണേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തുകയും കൂടുതൽ അള്ളാഹുലേക്ക് ഇസ്തിഗ്ഫാർ പറഞ്ഞ് തൗബയെടുത്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മൾ ഒരുമിച്ച് കൂടിയതും ഇരുന്നതും സംസാരിച്ചതും കേട്ടതുമൊക്കെ നന്മയായി കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു സ്വർഗത്തിനും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അൻ ലാ